അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 142 സങ്കീർത്തനം 3 വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ പാതയെ അറിയുന്നു. ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്കൊരു കെണി ഒളിച്ചു വെച്ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്ത് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവകാലത്ത് ഒരിക്കലും ഒരു പ്രതികൂലവും ഉണ്ടാവുകയില്ല എന്ന ചിന്താഗതി വേദാനുസൃതം അല്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16 അധ്യായം 33 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ വാക്യത്തിൽ കൂടി കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് കഷ്ടതയില്ലാതെ കിരീടമില്ല എന്ന യാഥാർത്ഥ്യമാണ്. അനേകം അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് വാഗ്ദാനമായി തന്നിട്ടുണ്ട്. പ്രതികൂലങ്ങളും കർത്താവ് വാഗ്ദാനമായി നമുക്ക് തന്നിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. എന്നാൽ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ പ്രതികൂലങ്ങളും ആ വ്യക്തികൾക്ക് ലഭിക്കുന്ന ഉയർച്ചകളുടെ പടവുകളാണെന്ന് പിന്നത്തേതിൽ അവർ മനസ്സിലാക്കും. ഓരോ പ്രതിസന്ധിയിലും അതിനോട് കൂടെ തന്നെ പ്രത്യാശയും കർത്താവ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ദൈവഭയം ഉള്ളവർ, ദൈവത്തെ അനുസരിക്കുന്നവർ, അവൻ്റെ പ്രമാണം അനുസരിക്കുന്നവർ തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നു. യുദ്ധമില്ലാത്ത അവസ്ഥയ്ക്കോ പ്രതികൂലങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയ്ക്കോ അല്ല സമാധാനമെന്ന് പറയുന്നത്. പിന്നെയോ യേശു നമ്മുടെ കൂടെ ഉള്ള അവസ്ഥയ്ക്കാണ് സമാധാനമെന്ന് പറയുന്നത്. കാരണം യേശു സമാധാന പ്രഭുവാണ്. അതുകൊണ്ടാണ് തൻ്റെ ചങ്കിൽ കുന്തം കുത്തിയിറക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചത്: പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. യേശുവിനെ പിന്തുടർന്ന സ്തേഫാനോസിന് അനേകം കല്ലുകൾ കരുണ കൂടാതെ തന്നെ മൂടിക്കൊണ്ടിരുന്നപ്പോൾ ആ വേദനയിലും ഇവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞത് സമാധാന പ്രഭുവായ കർത്താവായ യേശു ക്രിസ്തു അവനിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇന്ന് അനേകരും സമാധാനമില്ലാത്തത് മൂലമാണ് ആർക്കെങ്കിലുമൊക്കെ എതിരെ സംസാരിക്കുന്നതും എഴുതുന്നതും പ്രസംഗിക്കുന്നതും. എന്നാൽ പാട്ടുകാരൻ പാടിയതുപോലെ സ്നേഹമാകുന്ന യേശുവിനെ കണ്ടവർക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുവാനും കരുണ കാണിക്കാതിരിക്കുവാനും സ്നേഹിക്കാതിരിക്കുവാനും കഴിയുകയില്ല. സ്നേഹിക്കുക എന്നാൽ വിശ്വസിക്കുക എന്നല്ല എന്ന് നാം മനസ്സിലാക്കണം. നാം എല്ലാവരെയും സ്നേഹിക്കണം, എന്നാൽ അല്പം ചിലരെ മാത്രമേ വിശ്വസിക്കാവൂ. അല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമേ നാം വിശ്വസിക്കാവൂ. സങ്കീർത്തനക്കാരനായ ദാവീദ് ഗുഹയിൽ വസിക്കുന്ന കാലത്താണ് 142 സങ്കീർത്തനം എഴുതിയത് എന്ന് അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല. രാജ്യം ഭരിക്കുന്ന ശൗൽ രാജാവ് ഇവനെ കൊല്ലുവാൻ 3000 പട്ടാളക്കാരുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ശൗലിൻ്റെ വേട്ടയാടൽ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. മരുഭൂമിയിലും വനങ്ങളിലും ദാവീദ് ഇപ്പോൾ അലയുകയാണ്. തൻ്റെ തെറ്റെന്താണെന്ന് ശൗൽ പറയുന്നില്ല. ദാവീദ് ജീവിച്ചിരുന്നാൽ തൻ്റെ മകന് രാജസ്ഥാന് ലഭിക്കുകയില്ല എന്ന ഭയമായിരുന്നു ശൗലിനെന്ന് തൻ്റെ മകനായ യോനാഥാനോട് ശൗൽ പറഞ്ഞിരുന്നു. നിരപരാധിയായ ഒരു വ്യക്തിയെ, അതും ദൈവഭയമുള്ള വ്യക്തിയെ കൊന്നുകളഞ്ഞുകൊണ്ട് തൻ്റെ തലമുറയ്ക്ക് വേണ്ടി രാജസ്ഥാനം റിസർവ് ചെയ്യുന്ന ഒരു അപ്പനായിരുന്നു ശൗൽ. എന്നാൽ ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ചു. ദാവീദിന് രാജസ്ഥാനമല്ല ഇപ്പോൾ ആവശ്യം. അവന് വേണ്ടത് അവൻ്റെ ജീവനാണ്. അവൻ്റെ വേദനയും സങ്കടവും എല്ലാം ദൈവം കാണുന്നുണ്ടായിരുന്നു. തൻ്റെ മകനായ ദാവീദിനെ ദൈവം സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ദൈവത്തെ അനുഭവിക്കുവാൻ ദാവീദിന് കഴിയുന്നുണ്ടെങ്കിലും ദൈവത്തെ കാണുവാൻ അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇതാണ് നാം ഓരോരുത്തർക്കും ഉള്ള പ്രശ്നം. നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ലെങ്കിലും അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അവൻ നമ്മോട് കൂടെ വസിക്കും എന്ന് മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 20 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദാവീദ് വളരെ സങ്കടത്തിലാണ്. ഗുഹയിലിരിക്കുന്ന ദാവീദിന് ഇനി എന്തു ചെയ്യണമെന്നൊരു ഊഹവുമില്ല. അടുത്ത സ്റ്റെപ്പ് എവിടെ വെക്കണമെന്ന് അറിയാതെ അവൻ വിഷമിക്കുകയാണ്. താൻ എടുത്തു വെക്കുന്ന സ്റ്റെപ്പ് ശൗലിൻ്റെയും അവൻ്റെ പട്ടാളക്കാരുടെയും മുമ്പിലേക്കാണെങ്കിൽ ജീവിതം അതാലെ തീർന്നുവെന്ന് അവൻ മനസ്സിലാക്കുന്നു.
അവൻ്റെ ഹൃദയം ഇപ്പോൾ വിഷാദത്തിലാണ്. എന്നാൽ ഒരു കാര്യം ദാവീദിനറിയാം, തനിക്ക് മുമ്പോട്ടുള്ള വഴി കാണുവാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുന്നുവെങ്കിലും ചെങ്കടലിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെങ്കൽപ്പാത ഒരുക്കിയവനായ യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാം താൻ ഇനി എന്ത് ചെയ്യണമെന്ന്. അവൻ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, നീ എൻ്റെ പാതയെ അറിയുന്നു. ദാവീദിൻ്റെ അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്ന, ഇനി എങ്ങനെ മുന്നോട്ട് ചുവടുകൾ വയ്ക്കുമെന്ന് ഒരു ഊഹവുമില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, സങ്കീർത്തനക്കാരനെ പോലെ നമുക്ക് യേശുവിൽ ആശ്രയിക്കാം. അടഞ്ഞ വഴി തുറന്നു തന്ന് നമ്മെ മുന്നോട്ട് നയിക്കുവാൻ കഴിവുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദാവീദിൻ്റെ മറ്റൊരു പ്രശ്നം, താൻ നടക്കുന്ന പാതയിൽ ശത്രുക്കൾ കെണിവെക്കുന്നു എന്നതാണ്. സാത്താൻ വരുന്നത് ഒരു വാലും 2 കൊമ്പും ആയാണ് എങ്കിൽ നിശ്ചയമായും നാം അവനെ വിട്ട് ഓടും. മുഖം കൊടുക്കുവാൻ പോലും നമുക്ക് ഭയമായിരിക്കും. എന്നാൽ ജഡത്തിൽ വസിക്കുന്ന നമുക്ക് അല്പം സന്തോഷം തരുന്ന കാര്യങ്ങളുമായി നല്ല സ്നേഹം നടിച്ചുകൊണ്ടാണ് സാത്താൻ എപ്പോഴും വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, എലികൾക്ക് ഏറ്റവും ഇഷ്ടഭക്ഷണമായ കപ്പ എലിക്കണിയിൽ വെച്ച് നാം മാറി നിൽക്കുന്നത് പോലെ സാത്താൻ കെണിയിൽ പാപം വെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. നാം പാപം ചെയ്താൽ സാത്താൻ ജയിക്കും. കാരണം പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണല്ലോ. അന്നു മുതൽ നാം അവൻ്റെ അടിമയായി തീരേണ്ടി വരും. ഹണി ട്രാപ്പ് നമുക്കെല്ലാവർക്കും ഈ കാലത്ത് പരിചയമുള്ളൊരു വാക്കാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ട്രാപ്പാണ് സിൻ ട്രാപ്പ്, പാപത്തിൻ്റെ കെണി. സാത്താൻ്റെ കെണിയിൽ ഒരു പ്രാവശ്യം വീണ് കഴിഞ്ഞാൽ അവിടെ നിന്നും മടങ്ങി വരിക എന്നത് അസാധ്യമാണെന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ദാവീദിന് അവൻ്റെ മുന്നോട്ടുള്ള ഗമനം അസ്ഥിരപ്പെടുത്തുവാൻ ശൗൽ ചെയ്തത് അവൻ്റെ മൂത്ത മകളായ മേരബിനെ ഭാര്യയായി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയെ അവരുടെ മാതാപിതാക്കൾ ഒരു ആൺകുട്ടിക്ക് ഭാര്യയായി കൊടുക്കുന്നതിന് ആൺകുട്ടി പെൺകുട്ടിക്ക് കൊടുക്കുന്ന ധനത്തിനാണ് സ്ത്രീധനമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. ലേയയെ ലഭിക്കുവാൻ യാക്കോബിന് 7 വർഷം അവളുടെ അപ്പൻ്റെ ആടിനെ മേയ്ക്കേണ്ടി വന്നു. റാഹേലിനെ ലഭിക്കുവാൻ മറ്റൊരു 7 വർഷം ലാബാൻ്റെ ആടിനെ തീറ്റേണ്ടി വന്നു. അതുപോലെ തന്നെ ശൗലിൻ്റെ മൂത്ത മകളായ മേരബിനെ ഭാര്യയായി ലഭിക്കുവാൻ ഗോലിയാത്തിനെ കൊന്നതിന് പുറമെ ഫിലിസ്തീനയുടെ അഗ്രചർമ്മവും ശൗൽ ദാവീദിൽ നിന്നും മേടിച്ചു. ഫിലിസ്തീനയുടെ കയ്യാൽ ദാവീദ് തട്ടിപ്പോകുവാനാണ് ശൗൽ അങ്ങനെ ചെയ്തതെങ്കിലും ശൗൽ ചോദിച്ച അത്രയും ഫിലിസ്തീനയുടെ അഗ്രചർമ്മം ദാവീദ് എണ്ണം കൊടുത്തു. അങ്ങനെ ദാവീദ് ആ കെണിയിൽ നിന്നും രക്ഷപ്പെട്ടു. രണ്ടാമത്തെ കെണി, ശൗലിൻ്റെ രണ്ടാമത്തെ മകൾ മീഖലിനെ ദാവീദിന് ഭാര്യയായി കൊടുത്തതാണ്. തൻ്റെ മകൾ ദാവീദിനൊരു കെണിയായി തീരുമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ശൗൽ മീഖലിനെ ദാവീദിന് ഭാര്യയായി കൊടുത്തു. എന്നാൽ ദാവീദിന് കെണിയൊരുക്കുവാൻ ദൈവം മീഖലിനെ അനുവദിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മെ ഒതുക്കുവാനും നമ്മെ നമ്മുടെ പദവിയിൽ നിന്ന് തള്ളിയിടുവാനും ആരെല്ലാം കെണി വെച്ച് മറഞ്ഞിരുന്നാലും കെണി വെച്ചവർ കെണിയിൽ കുടുങ്ങിയിരിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണുവാൻ ദൈവം ഇടവരുത്തും. എന്നാൽ നാം എപ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കണം. യോശുവയ്ക്ക് ദൈവം കൽപ്പന കൊടുത്തുകൊണ്ട് പറയുകയാണ്, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യോശുവ 1-ാം അധ്യായം 5-ാം വാക്യമാണ് നാം കേട്ടത്. യോശുവയ്ക്ക് ദൈവം കൊടുത്ത വാഗ്ദാനമാണ് നാം കേട്ടത്. എന്നാൽ ആ വാഗ്ദാനം കർത്താവ് നിറവേറ്റണമെങ്കിൽ യോശുവ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ യഹോവ യോശുവയ്ക്ക് കൊടുത്ത കൽപ്പന അവൻ അനുസരിക്കണമായിരുന്നു. അത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെ പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ധ്യാനിക്കുക എന്നാൽ സീക്കിംഗ് ഗൈഡൻസ് ഫോർ ലൈഫ് എന്നാണ് അർത്ഥം. അതായത് നീ ന്യായപ്രമാണത്തെ നിന്റെ ലൈഫ് സ്റ്റൈൽ ആക്കണമെന്ന് സാരം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഈ കൽപ്പനയും വാഗ്ദാനങ്ങളും എല്ലാം യോശുവയ്ക്ക് ലഭിച്ചുവെങ്കിലും യോശുവയ്ക്ക് അനേകം യുദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു. ആ യുദ്ധങ്ങൾ യോശുവയെ തളർത്തുകയല്ല, ആ പ്രതികൂലങ്ങൾ അവനെ ശക്തനാക്കുകയാണ് ചെയ്തത്. യോശുവ യുദ്ധത്തിന് ചെന്നിരുന്നെങ്കിലും യഹോവയായ ദൈവമായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് എന്ന് യോശുവ 10-ാം അധ്യായം 40 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദാവീദിന് മുന്നോട്ട് പോകുവാനുള്ള വഴി അറിയാതെ ഗുഹയിലായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും
അവൻ അഭിഷേകം ചെയ്ത കർത്താവ് അവന് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാവീദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, എനിക്കും മരണത്തിനും ഇടയിൽ 4 വിരൽ നീളം മാത്രം എന്നും ഞാനൊരു ദിവസം ശൗലിൻ്റെ കയ്യാൽ പട്ടുപോവുകയുള്ളൂ എന്നും ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ഞാൻ അറിയുവോളം എൻ്റെ അപ്പനും അമ്മയും ഇവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞ ദാവീദ് ദൈവം തൻ്റെ സിംഹാസനം സ്ഥിരപ്പെടുത്തിയെന്ന് അറിഞ്ഞു എന്നുകൂടി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, മുന്നോട്ട് പോകുവാൻ ഒരു വഴിയും നാം കാണുന്നില്ലെങ്കിലും അടുത്ത സ്റ്റെപ്പ് എവിടെ വെക്കണമെന്ന് അറിയാതെ നാം പ്രയാസപ്പെടുന്നുണ്ടെങ്കിലും നാം നടക്കുന്ന പാതയിൽ നമ്മെ തകർക്കുവാൻ, നമ്മുടെ പദവിയിൽ നിന്ന് നമ്മെ തള്ളിയിടുവാൻ പ്രതിയോഗി കെണി വെക്കുന്നുണ്ടെങ്കിലും നാം ഭയപ്പെടേണ്ട. കാരണം നമ്മുടെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുന്നവനല്ല. നമ്മുടെ ഉപദേഷ്ടാവായ യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു ഇതെല്ലാം കാണുന്നുണ്ട്. അവരുടെ ദീർഘക്ഷമ ഒന്നുകൊണ്ട് മാത്രം അല്പം താമസിക്കുന്നു എന്ന് മാത്രം. എങ്കിലും ഒരു ദിവസം നമുക്ക് വേണ്ടി കർത്താവ് നീക്കി വെച്ചിട്ടുണ്ട്. യോശുവ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദൈവവചനത്തെ ലൈഫ് സ്റ്റൈലാക്കി നാം ജീവിച്ചാൽ ശത്രു കരയുകയും നാം സന്തോഷിക്കുകയും ചെയ്യും. ആകയാൽ നമ്മുടെ എല്ലാ അവസ്ഥയും അറിയുന്നവനായ കർത്താവായ യേശു ക്രിസ്തു തന്നിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും നിത്യജീവനെ നമുക്ക് അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ അങ്ങക്ക് സമാധാനം കൊടുത്ത് സഹായിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.